പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര പറശ്ശിനിക്കടവിലേക്കാണ്. കണ്ണൂർ ജില്ലയുടെ പുറമേ നിന്നും ട്രെയിനിൽ വരുന്ന യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടത് താവക്കര ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പറശ്ശിനിയിലേക്കുള്ള ബസ്സുകൾ ലഭിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നടന്നു പോവാവുന്ന ദൂരം മാത്രമേ ബസ് സ്റ്റാൻഡിലേക്കുള്ളൂ. ഇതുവഴിയാണ് പോവേണ്ടത്. പോകുന്ന വഴിയിൽ റെയിൽവേ മുത്തപ്പനെയും കാണാം. കണ്ണൂർ ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്നും ഓരോ 5 മിനിറ്റ് ഗ്യാപ്പിലും പറശ്ശിനിയിലേക്ക് ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. ബസ്സിൻ്റെ ഡ്രൈവർ യാത്ര തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. യാത്രക്കാർ എത്തിത്തുടങ്ങി. കണ്ണൂർ ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്നും പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് കണ്ണൂരിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ കവാടത്തിൽ എത്തിയവർക്ക് കിഴക്കേ കവാടത്തിന് മുന്നിൽ നിന്നും പറശ്ശിനിയിലേക്ക് ബസ്സുകൾ ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ കണ്ണൂർ ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്രക്കാരെ കയറ്റി വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ദീർഘദൂര KSRTC ബസ്സുകളിൽ കണ്ണൂർ KSRTC ഡിപ്പോയിൽ എത്തുന്ന യാത്രക്കാർക്ക് രാവിലെ 6 മണി മുതൽ പറശ്ശിനിക്കടവിലേക്കുള്ള ബസ്സുകൾ ലഭിക്കുന്നതാണ്. പറശ്ശിനിക്കടവിലേക്ക് കൂടുതലായും പ്രൈവറ്റ് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. KSRTC ബസ്സുകൾ പൊതുവെ എണ്ണത്തിൽ കുറവാണ്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. AKG ഹോസ്പിറ്റൽ കാണാം. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. കണ്ണൂരിലെ പ്രശസ്തമായ തളാപ്പ് അമ്പലം പോകുന്ന വഴിയാണ് ഇടതുവശം കാണുന്നത്. ഇടതുവശത്തായി കൊയിലി ഹോസ്പിറ്റൽ കാണാം. ഇന്നത്തെ ദിവസം കാൽടെക്സ് ജംഗ്ഷൻ മുതൽ ശ്രീപുരം ജംഗ്ഷൻ വരെ അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ശ്രീപുരവും കഴിഞ്ഞ് പള്ളിക്കുന്നിലേക്ക്. ഇടതുവശമായി വുമൺസ് കോളേജ് കാണാം. ഇടതുവശത്തായി ആകാശവാണി കണ്ണൂർ നിലയം കടന്നുപോകുന്നു.
ഇടതുവശത്തായി വളരെ ഉയരം കൂടിയ മതിലുകൾ കാണാം. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിലുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയിലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന കവാടം നമുക്കിവിടെ കാണാം. സെൻട്രൽ പ്രിസൺ. കണ്ണൂർ കാസർഗോഡ് NH-66 കണ്ണൂരിൻ്റെ നിയറസ്റ്റ് ടൗണാണ് കണ്ണൂർ പുതിയതെരു ടൗൺ. കമ്പിൽ, മയ്യിൽ, കണ്ണാടിപ്പറമ്പ് എന്നീ ഭാഗത്തേക്കുള്ള റോഡാണ് നമ്മൾ വലതുവശം കാണുന്നത്. നമുക്ക് ഇവിടെ നിന്നും വലത്തോട്ടാണ് പോവേണ്ടത്. നേരെ പോകുന്ന റോഡ് വളവട്ടണത്തേക്കാണ്. പറശ്ശിനി മോട്ടോഴ്സ് എന്ന ബസ്സാണ് നമ്മൾ ഇന്നത്തെ പറശ്ശിനിക്കടവ് യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. നമ്മുടെ ബസ് വളവട്ടണം പാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്ക് എത്തിച്ചേരാം. നമുക്ക് ഇതുവഴി നേരെയായിരുന്നു പോവേണ്ടിയിരുന്നത്. മംഗലാപുരം, കാസർഗോഡ്, പയ്യന്നൂർ, പിലാത്തറ, കൊല്ലൂർ, കാഞ്ഞങ്ങാട് എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള ഒരു ഷോർട്ട് കട്ട് റോഡാണ് സ്ട്രെയിറ്റ് പോകുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് NH-66 വളവട്ടണം പാലത്തിന് ശേഷം മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് അതിനൊരു പരിഹാരമെന്ന രീതിയിൽ വഴി തിരിച്ചുവിടുകയായിരുന്നു. നമ്മുടെ ബസ് വീണ്ടും NH-66 പ്രവേശിച്ചിരിക്കുകയാണ്. പറശ്ശിനിക്കടവിലേക്ക് ഇനി കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ. റോഡ് പണി നടക്കുന്നത് കൊണ്ട് സർവീസ് റോഡ് വഴിയാണ് ബസ് മുമ്പോട്ടുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കയറിയ ബസ് മാങ്കടവ് റൂട്ട് വഴിയാണ് പറശ്ശിനിക്കടവിലേക്ക് പോകുന്നത്. ധർമ്മശാല വഴി പോകുന്ന ബസ്സുകൾ ഇവിടെ നിന്നും സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. NH-66 ധർമ്മശാലയിൽ നിന്നും വലത്തോട്ടേക്കാണ് പറശ്ശിനിക്കടവിലേക്കുള്ള യഥാർത്ഥ റോഡ് വരുന്നത്. 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. മാങ്കടവ് എന്ന ഗ്രാമത്തിൽ കൂടിയാണ് നമ്മുടെ ബസ് കടന്നു പോവേണ്ടത്. കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന പറശ്ശിനി ബസ്സുകൾ മാങ്കടവ് വഴിയും ധർമ്മശാല വഴിയും പോകുന്ന ബസ്സുകൾ ഉണ്ട്.
നമ്മുടെ ബസ് ധർമ്മശാല എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ധർമ്മശാല വഴി വരുന്ന ബസ്സുകൾ ഈ ഒരു വഴിയാണ് കടന്നു വരുന്നത്. വലതുവശത്തായി എഞ്ചിനീയറിംഗ് കോളേജ് കാണാം. പറശ്ശിനി മടപ്പുരയിലേക്ക് തീർത്ഥാടനത്തിന് വരുന്ന തീർത്ഥാടകർക്ക് പറശ്ശിനി മടപ്പുര സന്ദർശിച്ചു കഴിഞ്ഞാൽ നിയറസ്റ്റായി പോവാൻ പറ്റിയ ഒരു ടെമ്പിളാണ് രാജരാജേശ്വരി ടെമ്പിൾ, തൃച്ചംബരം ശ്രീകൃഷ്ണ ടെമ്പിൾ. തളിപ്പറമ്പാണ് ടെമ്പിൾ ഉള്ളത്. പറശ്ശിനി ബസ് സ്റ്റാൻഡിൽ നിന്നും തളിപ്പറമ്പിലേക്ക് ബസ്സുകൾ ലഭിക്കുന്നതാണ്. ഇതേ ബസ് റൂട്ടിൽ കണ്ടിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കണ്ണൂർ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സ്നേക്ക് പാർക്കിൻ്റെ പ്രവർത്തന സമയം. നമ്മുടെ ബസ് കോൾമൊട്ടയിൽ എത്തി നിൽക്കുന്നു. ഇനി അടുത്തതായി കാണേണ്ടത് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ബസ്സിൻ്റെ വലതുവശത്തായി നമുക്കിവിടെ കാണാം. കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നും കേരളത്തിന് പുറത്തുനിന്നും വരുന്നവർ ചെറിയൊരു ടൂർ പ്ലാനിങ്ങോടെ വരികയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് കാണാവുന്നതാണ്. പറശ്ശിനി മോട്ടോഴ്സിൻ്റെ മറ്റൊരു ബസ് പോകുന്നത് കാണാം. അങ്ങനെ ഞങ്ങളുടെ പറശ്ശിനി മോട്ടോഴ്സ് ബസ് യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്ക് പറശ്ശിനി മോട്ടോഴ്സിൻ്റെ സാരഥിയെയും കണ്ടക്ടറെയും പരിചയപ്പെടാം. പേരെന്താ? എവിടെ സ്ഥലം? ഫസ്റ്റ് ട്രിപ്പ് എത്ര മണിക്കാണ്? രാവിലെ 7:17. എത്ര ട്രിപ്പ് ഉണ്ട്? 5 ട്രിപ്പ്. കണ്ടക്ടർ പേരെന്താ? പാപ്പിൻശ്ശേരി തന്നെ. ചുഴലിക്ക. അപ്പോൾ ഈ നിങ്ങളെ പറശ്ശിനിക്ക് എത്ര ബസ് ഉണ്ട്? അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മുത്തപ്പനെ കാണാൻ പോവാം. ബസ് സ്റ്റാൻഡിൽ നിന്നും 900 മീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഞങ്ങൾ ഓട്ടോനാണ് പോയത്. എന്തു നേടുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരൊരാൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അയാളെ മറന്നുകൊണ്ട് അഹങ്കരിക്കാൻ എനിക്കെന്തോ സാധിക്കാം. ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൽ എത്തി നിൽക്കുകയാണ്. ജാതിമതഭേദമന്യേ എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റുന്ന ഒരിടമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. വർഷത്തിൽ 365 ദിവസവും പ്രസാദം ലഭിക്കുന്ന കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. നായകൾക്കും ഇവിടെ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ പ്രസാദം നൽകുവാൻ തുടങ്ങും. രാത്രി 8 മണി വരെ പ്രസാദം ലഭിക്കുന്നതാണ്.
പ്രസാദമായി നൽകുന്നത് പയറും തേങ്ങാപ്പൂളുമാണ്. KTDCയുടെ ബോട്ടിംഗ് സർവീസും ഇവിടെ ലഭ്യമാണ്. നിലവിൽ നല്ല മഴയായതുകൊണ്ട് സർവീസ് നടത്തുന്നില്ല. വഴിപാട് കൗണ്ടറുകൾ കാണാം. ഉച്ചയ്ക്ക് 12:30 ഉച്ചഭക്ഷണം വിളമ്പിത്തുടങ്ങും. വേണ്ടവർക്ക് ഊട്ടുപുരയിൽ പോയി കഴിക്കാവുന്നതാണ്. നമുക്കിനി പുറത്തേക്കിറങ്ങാം. തിരിച്ച് ഞങ്ങൾ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നാണ് പോകുന്നത്. സ്റ്റെപ്പ് കയറി പോവാനാണ് ഉദ്ദേശിക്കുന്നത്. പറശ്ശിനി ഭഗവാനെ എന്നും തുണയ്ക്കണമടിയാനെ വന്നെന്നുമടിയ. പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും നൽകുന്നുണ്ട്. പോകുന്ന വഴിയിൽ ചോനമ്മ ഭഗവതിക്കോട്ടം കാണാം. ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയാണ് മുകളിലോട്ട് പോവേണ്ടത്. നമ്മളിപ്പോൾ മുകൾ വശത്തെത്തിയിരിക്കുകയാണ്. പറശ്ശിനി പാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പാലത്തിൻ്റെ മുകളിൽ നിന്നും പറശ്ശിനി മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ വ്യൂ നമുക്കൊന്ന് കണ്ടുവരാം. പറശ്ശിനി പാലത്തിന് മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈയൊരു സ്പോട്ടിൽ നിന്നുകൊണ്ട് ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയാണ്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ജങ്കാറും കാണാം. പുഴയിലെ വെള്ളത്തിൻ്റെ ഗതി മോശമായതുകൊണ്ട് ഇന്ന് ബോട്ടിംഗ് സർവീസ് ഉണ്ടായില്ല. പാലത്തിൻ്റെ അക്കരെ നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടുകളും ഉണ്ട്. ഷാപ്പിലെ തലക്കറി, മുയലിറച്ചി, താറാവിറച്ചി, കക്കയിറച്ചി മുതലായവ അവിടെ ലഭിക്കുന്നതാണ്. ഇതേ ഫുഡുകൾ ലഭിക്കുന്ന മറ്റൊരു ഇടമാണ് കോൾമൊട്ടയിൽ നിന്നും തളിപ്പറമ്പ് പോകുന്ന റൂട്ട്. നടന്നു പോകുന്നവർ ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്നത്. ഇന്നത്തെ പറശ്ശിനി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു യാത്രയിലൂടെ വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ. See you next video.